ഹലോ, ഇന്ന് നല്ല ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം കറി വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൂപ്പറുടെ ഒരു ചോദ്യം, നിനക്ക് ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടൂടേന്ന്. പിന്നെ നമ്മൾ ആരെ പേടിക്കാനാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം ഇട്ട് വാട്ടുക കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ കൊടുത്ത് ക്യാമറമാൻ ക്യാമറ ഓണാക്കാൻ മറന്നുകൊണ്ട് തന്നെ പൊടിയുടെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നല്ലോണം മൂപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ട് നല്ല കുടംപുളി ഇട്ട് തിളപ്പിക്കണം കേട്ടോ. കാരണം കുടംപുളിയാണ് ഇടുന്നത്, തിളപ്പിച്ചില്ലെങ്കിൽ പുളി പിടിക്കില്ല കറിയിൽ. അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ വൃത്തിയാക്കിയിട്ട് ചെമ്മീനും കൂടി ഇടാം കേട്ടോ. ചെമ്മീൻ ഇട്ട് നല്ലോണം ഇളക്കി വെക്കുക. ഞാൻ ആദ്യമായിട്ടാണ് പുളിമുളക് ചെമ്മീൻ ഇടുന്നത്, അതുകൊണ്ട് ഇതൊക്കെ പരീക്ഷണമാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഞാൻ ആരും നിർബന്ധിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇളക്കി മൂടി വെക്കാം കേട്ടോ. അപ്പോൾ മൂടി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പണിയുണ്ട്. നല്ല പുഴമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര് മെയിനാട്ടോ. നല്ല ഉളുമ്പുണ്ടാകും, കാരണം പുഴമീനും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി മാറ്റി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശൂശുവിനുള്ളൊരു പങ്ക് കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവൻ നേരത്തെ കിടന്നിറങ്ങും. അപ്പോൾ അവനുള്ളൊരു പങ്ക് എപ്പോഴും നമ്മൾ മാറ്റി വെക്കും. അപ്പം നമ്മുടെ കറിയൊക്കെ അടിയിൽ തിളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വയനാട്ടിലെ കാലാവസ്ഥയ്ക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ തൂക്കുകളിലാട്ടോ നമ്മൾ ഒഴിച്ച് വെക്കുന്നത്. കാരണം കട്ട പിടിച്ച് പോകും. അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് ചൂടുവെള്ളത്തിടേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇങ്ങനെ തൂക്കാട്ടെ. അപ്പോൾ നമ്മുടെ മീനൊക്കെ അവിടെ വറുത്ത് റെഡിയാകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചോറെടുത്ത് നമ്മുടെ ചെമ്മീൻ പുളിയും മുളകും ഇട്ടതും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പയറ് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കോട്ടയംകാരി ആയതുകൊണ്ട് തന്നെ ഞാൻ പയറ് മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ വയനാടുകാരും കോഴിക്കോടുകാരും ഇതിന് ഉപ്പേരി എന്നും കൂടെ ആട്ടോ വിളിക്കുന്നത്. ഞാൻ ഉപ്പേരി എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ ഇട്ട തോരനെയാണ് ഉപ്പേരി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലോട്ട് പറയുന്നത്. പിന്നെ മറ്റേ വാഴക്ക ഉപ്പേരി അതിനെയൊക്കെയാണ്. പക്ഷേ ഈ നാട്ടിലെല്ലാം തലതിരിഞ്ഞ്, ഞാനത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് ആട്ടോ. അപ്പോളേ ഞാൻ പോയി ചോറൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൽ നല്ല വീഡിയോ ഇറക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.